ഹായ് ഫ്രണ്ട്സ്, എന്നൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ് ഗേസ്. അങ്ങനെങ്കിലും ഒരു നല്ല കാര്യമില്ലേ? ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ടൊന്നുമല്ല ഈ നല്ല കാര്യം ചെയ്യുന്നത്. ബ്ലഡ് ഡൊണേഷൻ ആണ്. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോലെ ഞാനില്ല, ഉണ്ണിച്ചേട്ടൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രക്തദാനം മഹാദാനം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ എത്തിയപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഈ ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ബ്ലഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഡോണർ രജിസ്റ്ററിൽ നിന്ന് ഒരു ഫോം വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് കൂടാതെ അവർ നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറേ നേരമായിരുന്നു. ഫുഡ് കഴിച്ച് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ബ്ലഡ് കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് കേട്ടോ. ഈ പൊതിച്ചോറുകൾക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ ചെന്നപ്പോൾ മുതലേ അവിടെ ക്യൂവിലുണ്ടായിരുന്നു. നമുക്കൊരു അർജൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്യൂവിൽ നിൽക്കാതെ പോയി ഈ പൊതിച്ചോറ് വാങ്ങിയത്. ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും മുരിങ്ങക്കോലിട്ട മീൻകറിയും പിന്നെ പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് ഏതോ വീട്ടിൽ നിന്നുള്ള സ്നേഹമാണ് നമുക്ക് ഈ കിട്ടിയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിതാ ഇതുപോലെ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വെള്ളവും കുടിച്ചിട്ട് അകത്ത് കയറണം. പിന്നെയുള്ള പരിപാടികൾ ഇതാണ്. പുരുഷന്മാർക്ക് 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾക്ക് 4 മാസത്തിലൊരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിവിടെ ഡൊണേറ്റ് ചെയ്യാൻ പോയത് പോളാപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് വിളിച്ചതുകൊണ്ടാണ്. പോളാപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, പോലീസിൻ്റെ ബ്ലഡ് ഡൊണേറ്റിംഗ് ആപ്പാണ്. അത് നമുക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിലോ നമുക്ക് ഡൊണേറ്റ് ചെയ്യുമെങ്കിലോ ഒക്കെ അവരെ കോൺടാക്റ്റ് ചെയ്താലും മതിയാവും. അങ്ങനെ ദൗത്യം പൂർത്തിയായി. ബ്ലഡ് കൊടുത്തു, ബിസ്ക്കറ്റ് കിട്ടി, കോഫി കുടിച്ചു, സന്തോഷമായി. അപ്പോൾ കൂടുതൽ പവർ വരാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. മട്ടൺ സൂപ്പ് കുടിക്കാനാണ് കയറിയത്. പക്ഷേ അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് ക്രീമി ചിക്കൻ സൂപ്പും ക്രീമി വെജ് സൂപ്പുമാണ് കുടിച്ചത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് കൊള്ളാം. പക്ഷേ നമ്മുടെ ഓതൻറ്റിക് ആയിട്ടുള്ള മട്ടൺ സൂപ്പ് അല്ലെങ്കിൽ സൂപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, രക്തദാനം മഹാദാനം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ചെറിയ കാര്യമാണ് ഈ രക്തദാനം എന്ന് പറയുന്നത്. നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യവതിയാണെങ്കിൽ തീർച്ചയായും രക്തം ദാനം ചെയ്യണേ.